CMRL കേസിൽ അന്വേഷണ പുരോഗതി വിലയിരുത്തി ED ഡയറക്ടർ. തൃപ്തികരമായ അന്വേഷണമെന്നാണ് വിലയിരുത്തൽ. തുടർ നടപടികൾ വേഗത്തിലാക്കാനും നിർദ്ദേശമുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുകയാണ്. സഹിൻ, ഇത്രയും നാളത്തെ അന്വേഷണം തൃപ്തികരം എന്ന് പറയുന്നു. ഇനിയുള്ള നടപടികൾ എത്രയും വേഗം തന്നെ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണോ ED ഡയറക്ടർ ഇപ്പോൾ യോഗത്തിൽ പറയുന്നത്? തീർച്ചയായിട്ടും സ്വാതി അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ലഭിക്കുന്നതുമായ വാർത്തകളാണ്. അതായത് ED ഈ യോഗത്തിൽ ഈ നിലവിലെ അന്വേഷണത്തിന് തൃപ്തികരമെന്നാണ് ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല എത്രയും വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ശക്തമായ അന്വേഷണം വേണം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആർക്കെല്ലാം നോട്ടീസ് അയക്കണം, ആരെല്ലാം വിളിച്ചു വരുത്തണം എന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ഇത് സംബന്ധിച്ച് ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് CMRL എക്സാലോജി കേസ് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച് ചില വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങൾക്കൊടുവിൽ അല്ലെങ്കിൽ ആ രേഖകൾക്കൊടുവിൽ കൂടുതൽ ആളുകളിലേക്ക് നോട്ടീസ് അയക്കാനും അവരെയൊക്കെ വിളിച്ചു വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും ഇതുവരെയുള്ള കേസിൻ്റെ പുരോഗതി വിലയിരുത്തിയിട്ടുണ്ടായി. എന്തായാലും യോഗം ഏറെക്കുറെയൊക്കെ അവസാനിക്കാറായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് അഭിഭാഷകർ എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹൈക്കോടതി അഭിഭാഷകർ എല്ലാവരും തന്നെ ഇത് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നേരത്തെ തന്നെ 10ഓളം അഭിഭാഷകർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അഭിഭാഷകർ ഇത് കഴിഞ്ഞ് ഇപ്പോൾ അവർ മടങ്ങുകയാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ ഉദ്യോഗസ്ഥരും ഈ യോഗം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗം ആയിട്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രാഹുൽ നവീൻ ഉദ്യോഗസ്ഥരോട് എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അന്വേഷണം വേണം, കൂടുതൽ ദ്രുതഗതിയിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. ഏറെക്കുറെ 2 മണിക്കൂറോളം യോഗം നീണ്ടു നിന്നു. ഇപ്പോഴും യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ അഭിഭാഷകർ ഹൈക്കോടതിയിൽ പല കേസുകളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നിലനിൽക്കുന്നത് കൊണ്ടും അഭിഭാഷകർക്ക് പോകേണ്ട സാഹചര്യമുള്ളത് കൊണ്ടുമാണ് അഭിഭാഷകർ ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. 10ഓളം അഭിഭാഷകർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അഭിഭാഷകർ എല്ലാവരും തന്നെ മടങ്ങിയിട്ടുണ്ട്. ഇനി വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ കൂടി അല്പനേരത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഡയറക്ടർ അടക്കമുള്ള ആളുകൾ കൂടുതൽ ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള ആളുകളുമായി കൂടിയാലോചന നടത്തുകയും കൂടുതൽ എന്തെല്ലാം നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിൽ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യും. സ്വാതി. സഹിൻ, എന്തായാലും അന്വേഷണ പുരോഗതി വിലയിരുത്തി അതിൽ തൃപ്തികരമാണ് എന്ന് പറയുന്നു. തുടർ നടപടികൾ വേഗത്തിലാക്കാനും നിർദ്ദേശമുണ്ട്. അപ്പോൾ ഈ ഒരു ആരോപണ വിധേയരായ അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലുള്ള ആളുകൾക്കെതിരായിട്ടുള്ള നടപടികളിലേക്ക് തന്നെ ഉടൻ തന്നെ ED ഉദ്യോഗസ്ഥർ കടക്കുമെന്നാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായും യോഗം കഴിയുമ്പോൾ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ചും അതിവേഗത്തിൽ ദ്രുതഗതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തികരമാണ് എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കൂടാതെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുത്താനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണം വേഗത്തിലാകുമ്പോൾ സ്വാഭാവികമായും പ്രതിപട്ടികയിലുള്ള അല്ലെങ്കിൽ എന്തായാലും അല്പസമയത്തിനകം യോഗം അവസാനിക്കും. അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.